ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വൃക്ഷം പ്ലാവാണ്. ഇതിന് ഇംഗ്ലീഷിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് എന്നാണ്. ഇത് അത്തിവർഗത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ്. കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നൂറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്നു. ദക്ഷിണ കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക, ബ്രസീൽ, ശ്രീലങ്ക, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലും വ്യാപകമായി വളരുന്നു. ഇന്ത്യയുടെ ദേശീയ ഫലം ചക്കയാണ്. കേരളത്തിൽ സാധാരണയായി കട്ടിയുള്ള ചുളകളോടുകൂടിയ മധുരമുള്ള വരിക്കച്ചക്കയും മൃദുവായ ചുളകളോടുകൂടിയ ജ്യൂസുള്ള കൂഴച്ചക്കയും കണ്ടുവരുന്നു. എങ്കിലും സിംഗപ്പൂർ വർഗം, മുട്ടം വരിക്ക, തേൻ വരിക്ക, രുദ്രാക്ഷി, സ്വർണ്ണ, സിന്ദൂരി എന്നീ ഇനങ്ങളും ലഭ്യമാണ്. കേരളത്തിൽ ഒരു കാലത്ത് ചക്ക ഒരു പ്രധാന ഭക്ഷണ ഇനമായി ഉപയോഗിച്ചിരുന്നു. ചക്കയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങൾ ഉണ്ട്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, വൈറ്റമിൻ സി, എ, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഇരുമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ പഴം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും മലബന്ധം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും സഹായകരമാണ്. ഇതിൻ്റെ സീഡ് അഥവാ കുരു പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. ഇതിൽ ഇരുമ്പ് അടങ്ങിയതിനാൽ രക്താരോഗ്യത്തിനും ഊർജം പ്രദാനം ചെയ്യുന്നതിനും വാതസംബന്ധമായ അസ്വസ്ഥതകൾക്കും സഹായകമാണ്. പ്ലാവിൻ്റെ ഇല പ്രമേഹ നിയന്ത്രണത്തിനായി പരമ്പരാഗത ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ വയറിളക്കം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് പ്ലാവിൻ്റെ തൊലി കഷായമായി ഉപയോഗിക്കാറുണ്ട്. കൂടാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചക്കപ്പഴം, ചക്കവരട്ടി, ചിപ്സ്, ഹൽവ, ജാം എന്നിവ നിർമ്മിക്കുന്നതിനും പ്ലാവിൻ്റെ തടിമരം ഫർണിച്ചർ, സംഗീതോപകരണങ്ങൾ, കൊത്തുപണികൾ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു. ചക്ക ഏതാണ്ട് 5 കിലോ മുതൽ 50 കിലോ വരെ ഭാരം ഉണ്ടാകുന്നു. ചക്കയെപ്പറ്റി കൂടുതൽ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.